പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ ഒരേ ഒരു ആശ്രയം നമ്മുടെ കർത്താവ് മാത്രമാണ്. വചനം പഠിപ്പിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം പേരുടെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ, അനേകം പേരുടെ ബലം ക്ഷയിച്ചു പോയപ്പോൾ, ഇന്നും ക്ഷയിക്കാത്ത, ഇന്നും മാറാത്ത ഇറ്റ്സ് ഓൺലി വൺ ഗാഡ്. ആ ദൈവത്തിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരു നാടകമല്ല, പ്രത്യുത ആരാധന ഒരു അനുഭവമാണ്. ആമേൻ. അനുഭവമുള്ള ദൈവജനത്തിന് ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി തകർച്ചകൾ വന്നിട്ടുണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആരും ഹല്ലേലൂയ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യോഗ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് യോഗ്യതയുള്ള പലതും എന്റെ ജീവിതത്തിൽ നൽകി എന്നെ യോഗ്യനാക്കി തീർത്ത ഈ നല്ല ദൈവത്തിന്റെ സ്നേഹം. അതുകൊണ്ട് ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, അഴലേറും ജീവിതമരുവിൽ അപ്പാ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ അപ്പാ നീ തളരുകയോ ഇനി സഹജേ? അനേകം പേർ തകർന്നു പോയി പ്രിയരെ, അനേകം പേർ കണ്ണിന്റെ മുന്നാലെ നഷ്ടപ്പെട്ടു പോയി പ്രിയരെ. എന്തിനു മുന്നിലും കൊണ്ടായിരുന്ന നമ്മൾ ഈ ദിവസം ഈ ഭൂപരപ്പിൽ ശേഷിക്കുന്നെങ്കിൽ പറയണോ, ഹല്ലേലൂയ. ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവമുണ്ട്, സ്തുതിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവമുണ്ടെന്ന്. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാ. എന്റെ പ്രിയ സുഹൃത്ത് സാജൻ പാസ്റ്റർ ഒത്തിരി അനുഭവം പറയാനുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് പ്രകാശ് പാസ്റ്റർ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. കടന്നു വന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒന്ന് ചോദിച്ചാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കൈവിട്ടുപോയ അവസരങ്ങൾ, ഒറ്റപ്പെട്ടു പോയ അവസരങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസരങ്ങൾ. എന്നാൽ അവിടെ നിന്ന് നമ്മെ മാനിച്ച് അല്ലെ പരാജയങ്ങളുടെ നടുവിൽ നമ്മെ വിജയക്കൊടി പാറിച്ച ദൈവം. അതുകൊണ്ട് ഞാൻ അനുഭവത്തിലൂടെ പാടുന്നത്, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? കരുതും നാമോകവൻ വേണ്ടതല്ല, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ അപ്പാ നീ തളരുകയോ ഇനി സഹജേ? നമ്മെ വിളിച്ച ദൈവം അവൻ ഉണ്മയുള്ള ദൈവം. അവൻ നമ്മെ ഇന്ന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന്. മരണകരമായ ആപത്തുകൾ എൻ്റെ ജീവിതത്തിൽ വന്നായിരുന്നു, നഷ്ടപ്പെട്ടു പോകേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് നഷ്ടപ്പെടുത്തി കളയാതെ എന്നെ ഇതുവരെ നിർത്തിയവർ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് പാടാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല, ഈ ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് തന്റെ അനുഭവത്തിൽ വിളിച്ചു പാടുന്നത്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവർ താങ്ങി നടത്തിടും പൊൻകരത്താൻ. അഴലേറും ജീവിതമരുവിൽ അപ്പാ
നീ തളരുകയോ ഇനി. നമുക്ക് ചില നിമിഷങ്ങൾ മാത്രം കരങ്ങളെ അടിച്ച് ആത്മാർത്ഥതയോടെ ചേർന്ന് പാടി ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. സന്തോഷമുള്ളവർ മാത്രം ചേർന്ന് ഹല്ലേലൂയ. അഴലേറും
തേടി പോയതാണോ? അല്ലെന്നേ, ഈ ദൈവം നമ്മെ തേടി വന്നതാ. അന്ധകാരത്തിന്റെ അടിമനുബന്ധത്തിൽ കെട്ടപ്പെട്ട് കിടന്ന നമ്മുടെ ജീവിതത്തെ കെട്ടഴിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം. അതുകൊണ്ടാണ് പാട്ടുകാരെ പാടുന്നത്, തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. അപ്പാ ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, മാറുവാനാവതില്ലിനി. പത്രോസ് പറഞ്ഞതുപോലെ, അപ്പാ നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകണം? ആമേൻ. ഇതുവരെ കൃപയാൽ എനിക്ക് മകൾക്കും ഹല്ലേലൂയ ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്ന് ദൈവദാസന്മാരോടൊത്ത് ദൈവമക്കളോടൊത്ത് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. കർത്താവിന് നന്ദി പറയുന്നു. ഇതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയ പ്രകാശ് പാസ്റ്റർ ഓർക്കുകയാണ്. പ്രിയ അഭിഷിക്തനെയും ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കട്ടെ. ഞങ്ങളെ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ പ്രിയ ഷാജൻ ബ്രദറിനെ ഓർക്കുന്നു. പ്രിയ ദേവദാസനെയും ആരെയും കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആരും നമുക്ക് ആവേശത്തോടെ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു പോകാം. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് സ്റ്റാൻലി പാസ്റ്ററെ. വളരെ മനോഹരമായ നിലയിൽ ആത്മസാന്നിധ്യത്തോടുകൂടെ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുവാനും അത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാനും ഇടയായതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം കർത്തൃദാസിനെയും ശുശ്രൂഷകളെയും പ്രത്യേകിച്ച് പ്രിയ പൈതലിനെയും കുടുംബത്തെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ സമയങ്ങൾ നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ബൈബിൾ സ്റ്റഡിയുടെ 71ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവിൽ ഏറെ സ്നേഹിക്കുന്ന പ്രിയ സാജിൻ ബ്രദർ ഇപ്പോൾ ദൈവസന്നിധിയിൽ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല ഈ സമയത്തിനായിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പ്രകാശ് പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠനം കർത്താവേ, അതിന്റെ 71ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്നപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഈ മഹാദിനത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഞങ്ങൾക്ക് കർത്താവെ അതിൽ പങ്കുചേരുവാൻ ദൈവം തന്ന നല്ല സാഹചര്യത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങേക്ക് ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടത്തിനൊത്ത് ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിയുള്ളവരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധികൾ മാറി ശുദ്ധിയുള്ളവരായിട്ട് കർത്താവിനെ സേവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അതിനായിട്ട് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളോട് ചേർന്നിരിക്കുന്ന പ്രിയ സ്റ്റാൻലിക്കും എമിലിക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് അവസരം കർത്താവ് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാട്ടുകൾ പാടുവാൻ നിന്റെ ദാസനെ സഹായിച്ചതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഈ അവസരത്തിൽ കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അർപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. സമയം കണ്ടെത്തി ഞങ്ങളുടെ പങ്കുചേരുവാൻ അവസരം തന്ന ആ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസന്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിന്റെ ദാസനെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വലിയ കർത്താവിന്റെ വാർത്തകൾ കേൾക്കുവാൻ നിന്റെ ദാസനെ കൂടെ സഹായിക്കണം. പാടി കർത്താവിലെ അനേകർക്ക് സന്തോഷം പകരുവാൻ ഉള്ള കഴിവിനെയും ജ്ഞാനത്തെയും കർത്താവ് പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ വാത്സല്യ സഭയോടുകൂടി ചേർന്ന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇങ്ങനെ ഒരു ആഹ്വാനം കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മീറ്റിങ്ങിനോട് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അനുഗ്രഹമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷ കൊണ്ട് ഈ ദേശത്തിന് പ്രയോജനപ്പെടട്ടെ. കർത്താവിന്റെ ദാസങ്ങൾ കേൾപ്പിക്കുന്ന വചനങ്ങള് അത് ശ്രമിക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണം. കർത്താവിന്റെ വചനമാണ് ഇന്ന് രാത്രികാലം പ്രഘോഷിക്കുന്നത്. അതിലുപരിയായിട്ട് ഒന്നുമില്ല കർത്താവെ. അതിന് ഏറ്റവും ഊന്നൽ കൊടുത്ത് അതിന്റെ വ്യാപ്തിക്കളവുള്ള അതിനോട് ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. അതിനായിട്ട് കർത്താവ് ഈ പഠനം 71ാമത്തെ ക്ലാസ്സിലേക്ക് വരെ കൊണ്ടുവരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നതിന് നിന്റെ ദാസനെ നമ്മളുടെ കഴിവ് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമയം കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നതിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഈ രാത്രികാലം ഞങ്ങളോട് ചേർന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം
കർത്താവിന്റെ വചനം ഇന്ന് രാത്രി കാലം പ്രസ്താവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തന്നെ എവിടെ ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെല്ലാം വിഷമേൽപ്പിക്കുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. Thank you, dear brother Sajan. Thank you very much, everyone who prayerfully joined tonight for the Bible study. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നിമിഷങ്ങൾക്ക് ശേഷം നാം വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ തിരുവചനം പഠിക്കുവാനായിട്ട് തിരുസന്നിധിയിലായിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒട്ടനവധി കർത്തൃദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നല്ലോ. അവരെ എല്ലാവരെയും പ്രത്യേകാൽ വന്ദനം ചൊല്ലുകയാണ്. പാസ്റ്റർ ഡാനിയൽ തോമസ് സൗദി അറേബ്യയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് അവർ ഉണ്ട്. പാസ്റ്റർ രാജു ആയൂർ കർത്തൃദാസൻ, പാസ്റ്റർ ബിനു ചാരുതയുണ്ട്. അതുപോലെ തന്നെ അനേക ദൈവദാസന്മാർ, പാസ്റ്റർ സുനിൽ ജോസഫ് ഉണ്ട്, പാസ്റ്റർ മാത്യു വർഗീസ് ഉണ്ട്. കർത്താവിന്റെ ദാസൻ മാസ്റ്റർ മാത്യു വർഗീസിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഡോക്ടർ തോമസ് വി തോമസ്, താങ്ക് യു സർ ഫോർ ജോയിനിങ് ഫ്രം USA. ഇന്ന് രാത്രി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലരുടെയൊക്കെ പേരുകൾ ഞാൻ വിട്ടുപോയേക്കാം, ക്രിസ്തുവിൽ എന്നോട് ക്ഷമിക്കണം. നാം വേഗത്തിൽ, സമയത്തിന്റെ പരിമിതി മുഖാന്തരം വേഗത്തിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് ശബ്ദം ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. I would like to speak both in English as well as in Malayalam, as always we do, because we have hearers who joined in this Zoom meeting from all different places. We have guests who joined from Australia and from Bangladesh and all different places in the North Indian states. They do not understand Malayalam, so I will be speaking in English for them as well. Tonight we continue our study from the book of Ephesians, chapter number 6. ഇന്ന് രാത്രിയിൽ നാം എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്നുള്ളതായ നമ്മുടെ പഠന പരമ്പരയാണ് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. In Ephesians chapter 6, we will see Paul, the author of that book, is instructing us in a way where he is expecting the people to become warriors or the soldier for the Lord Christ Jesus. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ എഴുത്തുകാരനായിരിക്കുന്ന പൗലോസ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ധീര പടയാളികളായി യുദ്ധസേവ ചെയ്യുന്നവരായി തീരണം എന്നുള്ളതാണ് 6-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഈ ദൈവദാസൻ ആഗ്രഹിക്കുന്നത്. If a person needs to be fighting or struggling or to become a soldier or a warrior, he needs more than anything, he needs the strength and the armor for fighting. ഒരു വ്യക്തിക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് ശക്തിയാണ്. ശക്തിയും അതുപോലെ തന്നെ പടച്ചട്ട യുദ്ധത്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുമാണ് ആവശ്യമായിരിക്കുന്നത്. In the first beginning chapters of this book, Paul has mentioned that we, the believers, have been redeemed from the work of the darkness by the grace of God. Especially in chapter 2, verse 8, we see that we are saved on account of the grace of God, not because of any work of ours, but purely and only by the grace of God. എഫേസ്യ ലേഖനത്തിന്റെ ആരംഭ അധ്യായങ്ങളിൽ, അതുപോലെ തന്നെ 2-ാം അധ്യായത്തിന്റെ 7-8 ഒക്കെ വാക്യങ്ങളിലൊക്കെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ സവിസ്തരമായിട്ട് പൗലോസ് ഉപദേശിച്ചിട്ടുണ്ട്.
അപ്പൊ ഒരു വിശ്വാസിയായി തീരുന്നതിന്, ദൈവ പൈതലായി തീരുന്നതിന് ദൈവം തന്റെ കൃപ പകർന്നിട്ടാണ് ഒരു വ്യക്തി ദൈവ പൈതലായി തീരുന്നത്. എന്നാൽ ആ വ്യക്തി ഒരു ധീര പോരാളിയായി തീരുന്നതിന് ആ കൃപ മാത്രം പോരാ, ശക്തി ആവശ്യമാണ്. കൃപ മാത്രം പോരാ, ശക്തിയും അതുപോലെ തന്നെ ആത്മീക പണച്ചട്ടയും ആവശ്യമാണ്. ആത്മീക പണച്ചട്ട ആവശ്യമാണ്. So, a person who becomes a child of God by the grace of God, he also need the strength, not only the grace, but also the strength and the full armor of God to be able to fight against the world of the darkness. And to become a warrior or soldier, as strength is required, he must be strong. As a church, the church must be strong to stand and must have the armor with which the church is able to fight against the forces of the darkness. ദൈവസഭ പൈശാചിക മണ്ഡലങ്ങൾക്ക് എതിരെ പോരാടുവാൻ യുദ്ധസേന ചെയ്യത്തക്ക നിലകളിൽ ശക്തമായി തീരണം. അതുപോലെ തന്നെ ആത്മീക പണച്ചട്ട അണിഞ്ഞ ഒരുക്കമുള്ള സഭയായി തീരണം എന്നുള്ള വിഷയമാണ് 6-ാം അധ്യായത്തിൽ കൂടുതലായിട്ട് പൗലോസ് പരാമർശിക്കുന്നത്. എന്നാൽ 6-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. 5-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് 6-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. Chapter 6 begins with few instructions to 3 categories of people. The first category of the people Paul is instructing is the children, and the second category is the parents, and the third category is the slaves or servants. So Paul is instructing these 3 different categories of people to obey, to do the right things, to respect. All these things Paul is instructing, which is the continuation of the chapter 5. അനുസരിക്കുവാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അധ്യായം 6-ാം അധ്യായം തുടങ്ങുന്നത്. 1-ാമത്തെ വാക്യം പറയുന്നു, first verse in chapter 6 of Ephesians, it says that the children obey your parents in the Lord, for this is right. Paul is exhorting the children and the parents at the same time, because Paul knows that children are vulnerable and children can cause troubles in the family and in the community and in the church. So Paul is addressing the children of believers, not the children of the outside world. കുഞ്ഞുങ്ങളെ ആദ്യം പരാമർശിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോടാണ് പൗലോസ് ആദ്യമായി പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. കുഞ്ഞുങ്ങളോടുള്ള ആ ഇൻസ്ട്രക്ഷൻ അടുത്ത് തന്നെ അതിന് താഴോട്ട് നോക്കുമ്പോൾ പിതാക്കന്മാരോടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. But for the particular children, those in the families of believers are exempted here. വിശ്വാസികളുടെ ഭവനത്തിലുള്ള വിശ്വാസികളുടെ മക്കളെ തന്നെയാണ് പൗലോസ് ഇവിടെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. What Paul is asking the children is a simple thing, that they are to obey their parents in the Lord. So when he is saying children have the responsibility to obey the parents, at the same time, parents have the greater responsibility to teach the children how to obey. Children do not come into this world knowing how to obey. They do not know what is obedience.
കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മാതാപിതാക്കളോടുള്ള ഒരു വലിയ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളെ അനുസരിക്കുവാൻ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ബൈ ബർത്ത് ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞുങ്ങൾ ആരും അനുസരണം പഠിച്ചുകൊണ്ടല്ല വരുന്നത്. You do not have to teach any child how to disobey. അനുസരിക്കാതിരിക്കാൻ ഒരു കുഞ്ഞുങ്ങളെയും ആരും പഠിപ്പിക്കണ്ട. They know and they are born like it. അവരങ്ങനെ ജനിച്ചവരാണ്. അനുസരിക്കാതിരിക്കാൻ പഠിച്ചുകൊണ്ടാണ് അവർ ജനിച്ചിരിക്കുന്നത്. You know why? Because they are born into Adamic family. ആദാമ്യ കുടുംബത്തിനകത്ത് പിറന്നത് കൊണ്ട് അനുസരണം കേട്ട നിലപാടുള്ള കുടുംബത്തിലാണ് പിറന്നിരിക്കുന്നത്. അതുകൊണ്ട് അനുസരിക്കാതിരിക്കാൻ ആരും അവരെ പഠിപ്പിക്കണ്ട. But we have to teach them how to obey. അതുകൊണ്ട് നമുക്ക് അനുസരണം അവരെ പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്ക്, ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. So in fact, this is the greatest jobs, one of the greatest important jobs of the parents, to teach the children obedience. So it is essential that the parent teach the children obedience so that the child will grow knowing how to obey God. അനുസരിക്കുവാൻ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വളർത്തുമ്പോൾ ദൈവത്തെ അനുസരിക്കുവാൻ പ്രത്യേകിച്ച് അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അനുസരണം എന്ന് പറയുന്നതായ ആ അനുഭവം അവരുടെ ജീവിതത്തിൽ വേരൂന്നി വളർന്നു വരുമ്പോൾ, അവർ വളരുമ്പോൾ ദൈവത്തെ അനുസരിക്കുവാനും അവർ അറിഞ്ഞിരിക്കും, അവർ പഠിച്ചിരിക്കും. So God also disciplines his children in the same manner. God wants parents to discipline their children so that they will obey the parents, honor the parents, and obey God as well in the same way. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും കുഞ്ഞുങ്ങൾ പ്രാപ്തരായി തീരും. ആ ദർശനം മുന്നിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവേൻ, ബഹുമാനിക്കുവേൻ എന്ന്. And Paul is highlighting here to obey the parents in the Lord, for this is right. In the Lord, for this is right. What does that mean by the phrase in the Lord? ക്രിസ്തുവിൽ, കർത്താവിൽ എന്നുള്ള പദത്തെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിൽ അനുസരിപ്പീൻ. അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് കർത്താവിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം? Because the obedience that Paul is teaching the children is part of the Christian obedience. Christian obedience, ക്രിസ്തീയ മൂല്യത്തിനകത്തുള്ള അനുസരണമാണ് കുഞ്ഞുങ്ങൾ പാലിക്കേണ്ടത്. ക്രിസ്തീയ മൂല്യം അനുസരിച്ചുള്ള അനുസരണമാണ് കുടുംബത്തിനകത്ത് പാലിക്കപ്പെടേണ്ടത്, സഭയിൽ പാലിക്കപ്പെടേണ്ടത്. അതിന് തുടക്കം കുഞ്ഞുങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ നാം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചു, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാരെ ക്രിസ്തുവിൽ അനുസരിപ്പീൻ എന്ന് എഫേസ്യ ലേഖനം 5:22 നാം പഠിക്കുവാനിടയായിട്ടുണ്ട്. So obedience is part of the Christian obedience, and that is what Paul is instructing the children to do. In the same way, Paul instructed the wives to obey their husbands in Ephesians chapter 5:22. And the second thing Paul is saying here, obey your parents in the Lord, for this is right. This is right.
രണ്ടാമത്തെ കാര്യം പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. ഇത് നല്ലതാണ്. It is an appropriate thing to do. It is the right thing to do for a child to obey their parents. So this is a very important highlight of Paul when he's saying which is right to obey the parents, because the basic thing Paul actually taught the church in the previous chapter is to be subject to one another. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണമെന്നുള്ളതായ വളരെ ബേസിക് എലിമെന്റ് ആയിരിക്കുന്ന ആ കാര്യത്തെ 5-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അടുത്ത പടികളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്ന ആ ബേസ്മെന്റിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൽ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന്. If children are not obedient, they cannot be subject to one another. കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവർക്കൊരു കാരണവശാലും കീഴ്പ്പെടുവാനായിട്ട് കഴിയുകയില്ല. So subject to one another is practiced in the family and then in the church. ക്രിസ്തുവിൽ അന്യോന്യം കീഴടങ്ങുക എന്നുള്ളത് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് കുടുംബത്തിനകത്തും പിന്നീട് പ്രാക്ടീസ് ചെയ്യേണ്ടത് സഭയിലുമാണ് എന്നാണ് ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. Paul is bringing first example between husband and wife to be subject to one another and to obey their husbands. The second example is the parents and children relationship. And the third example in this chapter is between slaves and their masters. ഒന്നാമത്തെ ഉദാഹരണം കാറ്റഗറി പൗലോസ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ. രണ്ടാമത്തെ കാറ്റഗറി പൗലോസ് അനുസരണത്തെ കുറിച്ച് പറയുന്നത് അമ്മയപ്പന്മാരും മക്കളും തമ്മിലാണ്. മൂന്നാമത്തെ കാറ്റഗറി പൗലോസ് പറയുന്നത് ദാസന്മാരും യജമാനന്മാരും തമ്മിലാണ്. Obedience requires an amount of submission of own will and cannot easily be faked. അനുസരണം എന്ന് പറയുന്നത് ഒരിക്കലും അഭിനയിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അനുസരിക്കണമെങ്കിൽ സ്വന്തം ഇച്ഛയെ പലപ്പോഴും ഒരു വശത്തേക്ക് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ മറ്റുള്ള ഒരു വ്യക്തി പറയുന്നത് നമുക്ക് അനുസരിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഫേക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഒരിക്കലും അഭിനയിക്കാൻ കഴിയത്തില്ല. So why should children obey the parents? Because firstly, it is because of the Lord. Because of the Lord. The Lord has given the authority to the parents to take or look after them. And this is the 5th command out of the 10 commandments in the Old Testament. To respect your father and your mother. ഇത് 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നീ ഭൂമിയിൽ നന്മയുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ. ലേഖനം 3:20 പറയുന്നു, children should obey their parents. It is because this pleases the Lord. ലേഖനം 3:20 നമ്മൾ വായിക്കുന്നു, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന ദൈവത്തിന് പ്രസാദമാകുന്നു. The phrase in the Lord, ക്രിസ്തുവിൽ, കർത്താവിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ
മാതാപിതാക്കളുമായിട്ട് ഒരു യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് മുഴുവൻ ഫാമിലിയും ഇൻ ലോർഡ് ക്രിസ്തുവിൽ കർത്താവിലായിത്തീരുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ ക്രിസ്തുവിൽ അനുസരിപ്പീൻ, അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനായിത്തീർന്ന കുഞ്ഞുങ്ങൾ, ക്രിസ്തുവിനായിത്തീർന്ന മാതാപിതാക്കൾ, കുടുംബം മുഴുവനും ക്രിസ്തുവിനായിത്തീരുന്ന അനുഭവം, അപ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവിൽ മാതാപിതാക്കളെ അനുസരിക്കുവാനായിട്ട് കഴിയും. So the phrase here is, in the Lord. The children have to obey the parents because parents are already in the Lord. Children are already in the Lord. The whole family is already in the Lord. Therefore, the children will obey the parents in the Lord. Obedience should be done not because someone pressurized people, not because of the self-effort, but by the Lord, according to the Lord's word. അനുസരണം എന്ന് പറയുന്നത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, സ്വന്തമായി ഒരു എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് ദൈവവചനത്തിൽ വേരൂന്നി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുസരണം എന്നുള്ളതായ പ്രക്രിയ നടക്കുന്നത്. Paul says this is right. പൗലോസ് പറയുന്നത് ഇത് ഉചിതമാണ്, ഇത് ന്യായമായ കാര്യം. And in verse number 2 and 3, Paul is again saying, honor your father and mother, which is the first commandment with a promise that it may be well with you and that you may live long on the earth. അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. അടുത്തത്, നിനക്ക് നന്മയുണ്ടാകുവാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടെ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്നാമത് പറഞ്ഞത് അനുസരിക്കുക എന്ന് പറഞ്ഞു, രണ്ടാമത് പറയുന്നത് ബഹുമാനിക്കുക എന്ന് പറയും. In the second and third verse, Paul is asking children not only to obey the parents, but also to honor the parents, respect them. Honoring is different from obeying. To honor is quite different from obedience. According to this verse, honoring has greater blessings on the children. ബഹുമാനിക്കുക എന്നത് അനുസരിക്കുക എന്നതിൽ നിന്ന് അല്പം വിഭിന്നമാണ്. ബഹുമാനിക്കുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ഈ വചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. 2 കാര്യങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്കുണ്ട് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയിൽ നന്മയുണ്ടാകും. 2, ഭൂമിയിൽ ദീർഘായുസ് ഉണ്ട്. A small child has no option other than to obey the parents. A small child, ഒരു കൊച്ചു കുഞ്ഞിന് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. He has no choice. He will obey parents, or the parents can make the children obey. മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കുവാൻ കഴിയും. In order to honor the parents, children need an attitude and a certain spirit.
പക്ഷെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമാണ്. ഒരു സ്വഭാവമാണ്. അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ്. Obedience is an action. Obedience is an action, while honoring is an attitude. One is an action, another one is an attitude. So verse number 2, 3 says, two blessings are there for those who honor the parents. And if any one of you have your parents still alive, we can still honor them. We may not be obeying word by word everything the parents are saying to us, because we are mature and big people. But it does not matter what age that you're going through today. You may be 90 years old, you may be 70 years old, 60 years old. If your parents are still alive, you are supposed to honor them, no matter what their age is, no matter what your age is. Even if you did not obey, even if you did not, even if your parents are not making you obey because of your age, but still God's word says we honor our parents, because the honoring part is giving us two blessings. One is the prosperity in the ways of the material blessings in this world, and the second part is the long life in this life. രണ്ട് കാര്യങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്കുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ നന്മയുണ്ടാകും. രണ്ട്, ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകും. നാം എത്ര പ്രായമുള്ളവരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അവർ പറയുന്നത് ചിലപ്പോൾ അർത്ഥം ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. Sometimes they may not make sense, but still you respect and honor the parents, because that gives us two blessings. One is the prosperity and the other one is the long life. ഈ ഭൂമിയിൽ നന്മയും ദീർഘായുസ്സും തരുന്ന ഈ കാര്യത്തെയാണ് പൗലോസ് എല്ലാ കുഞ്ഞുങ്ങളോടും ഉപദേശിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ കുഞ്ഞുങ്ങളോടും ഉപദേശിക്കുന്നത്. ദീർഘായുസ്സിന് വേണ്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്യം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ദീർഘായുസ് കിട്ടാൻ വേണ്ടി സപ്ലിമെന്റ് കഴിച്ചാൽ ശരിയാകത്തില്ല. ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ ശരിയാകത്തില്ല. ദീർഘായുസ് കിട്ടണമെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് ശരിയാകണമെന്നില്ല. ലൈഫ് സ്റ്റൈൽ മാറ്റിയത് കൊണ്ടും ശരിയാകണമെന്നൊന്നുമില്ല. പക്ഷെ ദീർഘായുസ് ലഭിക്കുവാൻ ദൈവവചനം പറയുന്ന ഒരേ ഒരു കാര്യം, ഒറ്റ കണ്ടീഷൻ, യുണീക് കണ്ടീഷൻ, is to honor your parents. Amen. The only one condition that the Bible is asking us to do to get the long life in this world is Ephesians chapter 6 verse 3. Honor your parents, honor your father and your mother, so that you will be blessed materially as well as with a long life. Anyone who desires a long life needs to fulfill these conditions of the word of God. ആർക്കെങ്കിലും ദീർഘായുസ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവദിനം വെച്ചിരിക്കുന്ന ദൈവദിനത്തിലെ ഈ കണ്ടീഷൻ പാലിച്ചാൽ മതി. ദൈവം അവർക്ക് ദീർഘായുസ് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. As we grow into adulthood,
ദിസ് പ്രിൻസിപ്പിൾ റിമെയിൻ ദ സെയിം. നാം എത്ര വലുതായിരുന്നാലും ഈ തത്വം അവിടെ നിലനിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ നമുക്ക് ക്ലാസ്സുകളിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്തൃദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവദാസൻ പാസ്റ്റർ ബിനു ചാരുത ഈ ലൈനിലുണ്ടല്ലോ. കർത്താവദാസൻ ഇപ്പോൾ നമുക്കായി പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കാൻ കഴിയാതിരുന്നത്. ദൈവനാമത്തിൽ ക്ഷമിക്കുക. പക്ഷെ ശക്തമായ ഒരു സന്ദേശമാണ് നാം കേട്ടത്. നാം പലപ്പോഴും നന്നായി കേട്ടിട്ടുള്ള, നന്നായി ചിന്തിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷെ അനുസരിക്കുക എന്നുള്ളത് ഒരു അഭിനയമല്ല. അത് യോസഫ് ദൈവത്തെ അനുസരിച്ചു. നമ്മുടെ ഇച്ഛകളെ മാറ്റിവെച്ച്, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് മറ്റൊരാളെ അംഗീകരിക്കുക എന്നുള്ളതാണ് അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ദീർഘായുസ് അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നും ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമ്മൾ കേട്ടു. ഓരോ വാക്കുകളും അതിൻ്റെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്പവും കൂടെ കർത്താവിനോട് അടുക്കുവാൻ ഈ സന്ദേശങ്ങളൊക്കെ നമ്മളെ അതിന് വഴികാട്ടുന്നു. പ്രാരംഭത്തിൽ നമ്മെ ആരാധനയിൽ നയിച്ച പ്രിയ കർത്തദാസനെയും എൻ്റെ സുഹൃത്തും കൂടെയാണ്. വളരെ മനോഹരമായ രീതിയിൽ കർത്താവ് തനിക്ക് കൊടുത്ത താലന്തിനനുസരിച്ച് ദൈവനാമമഹത്വത്തിനായി തന്നിലൂടെ കർത്താവ് ചെയ്തെടുത്ത അത്ഭുത പ്രകാശത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രിയ പ്രകാശ് പാസ്റ്ററിനെ, ഒത്തിരി തിരക്കുകൾ ഉണ്ടായിട്ടും ഇതിനുവേണ്ടി മാറ്റിവെച്ച സമയം വൃഥാവല്ല. അത് അനേകർക്ക് ക്രിസ്തുവിലേക്ക് ഒന്നുകൂടെ അടുക്കുവാൻ, നിത്യരാജ്യത്തിന് വഴി തുറക്കുവാൻ ഈ സന്ദേശങ്ങളൊക്കെ കാരണമാകുന്നതിനായി നന്ദി പറയും. കർത്താവ്, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിനെ അനുസരിച്ച്, കർത്താവിന്റെ സമയത്തിന് വേണ്ടി നോക്കി പാർത്ത് കർത്താവ് പറയുന്നത് പോലെ ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. ആ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവെ ആ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങൾക്കും ആ കർത്താവിൽ അഭയം പ്രാപിപ്പാൻ കർത്താവ് തരുന്ന നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയും. തുടർന്നും കർത്താവെ, അടുത്ത ആഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് കാത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും നല്ലൊരു സന്ദേശം കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കുന്നതിനായി സ്തോത്രം. ഇതിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ഒരു ദൈവ വചന പഠനം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാകുവാൻ, നിത്യതയിലേക്ക് വഴി കാണിക്കുവാൻ അത് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മാനവമഹത്വം അങ്ങ് തന്നെ എടുക്കണം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.